ഹലോ എവരിവൺ. ഇന്ന് നമ്മൾ എക്സ്പോണൻസ് ആൻഡ് പവേഴ്സ് എന്നുള്ള ചാപ്റ്ററിൻ്റെ പാർട്ട് 2 ആണ് എടുക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ വാല്യൂ ഓഫ് 3 raised to 0 plus 4 raised to -1 into 2 square. അപ്പോൾ നമുക്ക് ആദ്യം ക്വസ്റ്റ്യൻ എഴുതാം. 3 raised to 0 plus 4 raised to -1 into 2 square. 3 raised to 0. അപ്പോൾ നമുക്കറിയാമല്ലോ ഒരു ലോ, a raised to 0 equal to 1. ഇനി നമ്പർ റേസ് ടു 0 എന്ന് വെച്ചാൽ അതിൻ്റെ വാല്യൂ 1 ആണ്. അപ്പോൾ 3 raised to 0യുടെ വാല്യൂ എന്തായിരിക്കും? 1. അപ്പോൾ 3 raised to 0യ്ക്ക് 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. പ്ലസ് അടുത്തത് 4 raised to -1. നമുക്കറിയാം e raised to -m ഈക്വൽ ടു 1 by a raised to m. അപ്പോൾ 4 raised to -1 എന്ന് വെച്ചാൽ എന്തായിരിക്കും? 1 by 4 raised to 1 എന്ന് വെച്ചാൽ 1 by 4 തന്നെ. അപ്പോൾ ഇവിടെ നമ്മുടെ 4 raised to -1 പകരം നമുക്ക് 1 by 4 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. ഇൻറ്റു 2 സ്ക്വയർ അതുപോലെ തന്നെ എഴുതാം. അടുത്തത് ഈ ബ്രാക്കറ്റിനുള്ളിലുള്ളതിനെ നമുക്കൊന്ന് ഇംപ്രോപ്പർ ആക്കാം. അപ്പോൾ 4 × 1 4 + 1 5 5 by 4 ഇൻറ്റു ഇനി 2 സ്ക്വയർ എന്ന് വെച്ചാൽ എന്താ? 4. ഇനി ഇത് 4ഉം 4ഉം ക്യാൻസൽ ചെയ്ത് കളയാം. ഫൈനൽ ആൻസർ എന്ന് പറയുന്നത് 5. അടുത്ത ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ വാല്യൂ ഓഫ് 3 raised to -1 into 4 raised to -1 into 2 raised to -1. അപ്പോൾ അത് നമുക്ക് ക്വസ്റ്റ്യൻ എഴുതാം. 3 raised to -1 into 4 raised to -1 into 2 raised to -1. അപ്പോൾ നമുക്ക് അറിയാം a raised to -m is equal to 1 by a raised to m. അപ്പോൾ 3 raised to -1 is equal to 1 by 3. 4 raised to -1 is equal to 1 by 4. 2 raised to -1 is equal to 1 by 2. ഈ 3 raised to -1 എന്തിടാം? 1 by 3 into 4 raised to -1 1 by 4 into 2 raised to -1 1 by 2. ഇനി ഈ ബ്രാക്കറ്റിനുള്ളത് ആദ്യം ചെയ്യാം. അപ്പോൾ 1 by 3 into 1 by 4. ഇവിടെ വരുന്നത് ഫ്രാക്ഷൻ മൾട്ടിപ്ലിക്കേഷനാണ്. അപ്പോൾ ന്യൂമറേറ്റർ ഇൻറ്റു ന്യൂമറേറ്റർ ബൈ ഡിനോമിനേറ്റർ ഇൻറ്റു ഡിനോമിനേറ്റർ. അപ്പോൾ എന്ത് കിട്ടും? 1 into 1 1 by 3 into 4 12 ഇൻറ്റു 1 by 2 അതുപോലെ തന്നെ എഴുതി. വീണ്ടും ഫ്രാക്ഷൻ മൾട്ടിപ്ലിക്കേഷൻ. അപ്പോൾ ന്യൂമറേറ്റർ ഇൻറ്റു ന്യൂമറേറ്റർ. അപ്പോൾ 1 into 1 1 by ഡിനോമിനേറ്റർ ഇൻറ്റു ഡിനോമിനേറ്റർ 12 into 2 24. ഫൈനൽ ആൻസർ 1 by 24. അടുത്ത ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ വാല്യൂ ഓഫ് m ഫോർ വിച്ച് 5 raised to m divided by 5 raised to -3 equal to 5 raised to 5. അപ്പോൾ ഇവിടെ നമുക്ക് ഈ എമ്മിൻ്റെ വാല്യൂ ആണ് കണ്ടുപിടിക്കേണ്ടത്. ഈ എക്സ്പോണൻ്റ് ആയിട്ടുള്ള എമ്മിൻ്റെ വാല്യൂ ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ആദ്യം നമുക്ക് 5 raised to m divided by 5 raised to -3 equal to 5 raised to 5. അപ്പോൾ ഇനി ലെഫ്റ്റ് ഹാൻഡ് സൈഡ് നോക്കുക. അപ്പോൾ ഇവിടെ നമുക്ക് ഏത് ലോ യൂസ് ചെയ്യാം? a raised to m divided by a raised to n equal to a raised to m minus n. അപ്പോൾ 5 raised to m divided by 5 raised to -3 എന്ന് പറയുമ്പോൾ നമുക്ക് എങ്ങനെ കിട്ടും? 5 raised to m minus 3 equal to റൈറ്റ് ഹാൻഡ് സൈഡ് അതുപോലെ തന്നെ എഴുതാം. ഇനി 5 raised to ഈ m minus -3 ചെയ്യുമ്പോൾ എന്ത് കിട്ടും? m plus 3 equal to 5 raised to 5. ഇനി ഇവിടെ നോക്കുക, ഇവിടെ രണ്ട് ബേസ് സെയിം ആണ്. അപ്പോൾ നമുക്ക് പവേഴ്സ് കമ്പയർ ചെയ്യാം, എക്സ്പോണൻസ് കമ്പയർ ചെയ്യാം. അപ്പോൾ കമ്പയറിങ് പവേഴ്സ്, അപ്പോൾ എന്ത് കിട്ടും? m plus 3 equal to 5. m equal to ഈ 3നെ റൈറ്റ് സൈഡിൽ കൊണ്ടുപോയി സബ്ട്രാക്ട് ചെയ്യാം. അപ്പോൾ 5 minus 3 m equal to 2. അടുത്ത ക്വസ്റ്റ്യൻ, സിംപ്ലിഫൈ 3 raised to -5 into 10 raised to -5 divided by 125 into 6 raised to -5. അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ നമുക്ക് 3 raised to -5 അതിനെ അങ്ങനെ തന്നെ എഴുതാം. ഇൻറ്റു അടുത്ത നമ്പർ നോക്കുക 10. 10നെ നമുക്ക് പ്രോഡക്റ്റ് ഓഫ് പ്രൈംസ് ആയിട്ട് എഴുതാം. അപ്പോൾ 10നെ എങ്ങനെ എഴുതാം? 2 into 5. ഇനി 10 raised to -5 എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? അപ്പോൾ 2 into 5 whole raised to -5. അപ്പോൾ 2 raised to -5 into 5 raised to -5. അപ്പോൾ 10 raised to -5 എന്ന് പറയുന്നത് നമുക്ക് 2 raised to -5 into 5 raised to -5 എന്ന് എഴുതാം.
ഇനി ഡിവൈഡഡ് ബൈ ഇനി 125 എന്ന് വെച്ചാൽ എന്താണ് 5ൻ്റെ ക്യൂബാണ്. 5 ക്യൂബ് ഇൻറ്റു അടുത്ത നമ്പർ 6⁻⁻⁵. 6 എന്ന് പറയുന്നത് ഒരു പ്രൈം നമ്പർ അല്ല, അപ്പോൾ അതിനെയും നമുക്ക് പ്രോഡക്റ്റ് ഓഫ് പ്രൈം ആയിട്ട് എഴുതാം. അപ്പോൾ 6നെ എങ്ങനെ എഴുതാം 2 ഇൻറ്റു 3. ഇനി 6⁻⁵ എന്ന് പറയുമ്പോൾ എന്ത് വരും 2 ഇൻറ്റു 3 ഹോൾ റേസ് ടു -5. അപ്പോൾ 2⁻⁻5 ഇൻറ്റു 3⁻⁻5 ഈക്വൽ ടു അടുത്തത് നമ്മൾ നോക്കാം. ന്യൂമറേറ്ററിൽ 3⁻⁻5, ഡിനോമിനേറ്ററിലും ഒരു 3⁻⁻5 ഉണ്ട്. അപ്പോൾ നമുക്കിവിടെ ഏത് ലോ യൂസ് ചെയ്യാം? a⁻m ഡിവൈഡഡ് ബൈ a⁻m ഈക്വൽ ടു a⁻m മൈനസ് m. അപ്പോൾ 3⁻⁻5 മൈനസ് -5 ഇൻറ്റു അടുത്ത നമ്പർ നോക്കുക 2. ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും ഉണ്ട്. അപ്പോൾ അവിടെയും നമുക്ക് a⁻m ഡിവൈഡ് ബൈ a⁻n ഈക്വൽ ടു a⁻m മൈനസ് n എന്ന ലോ തന്നെ യൂസ് ചെയ്യാം. അപ്പോൾ 2⁻⁻5 മൈനസ് 5. ഇനി അടുത്തത് 5. അവിടെയും ന്യൂമറേറ്ററിലുമുണ്ട് ഡിനോമിനേറ്ററിലുമുണ്ട് 5. അപ്പോൾ അവിടെ നമുക്ക് സെയിം ലോ തന്നെ യൂസ് ചെയ്യാം. അപ്പോൾ 5⁻⁻5 മൈനസ് 3. ഇനി 3⁻⁻5 മൈനസ് 5. അപ്പോൾ എന്ത് വരും 0. 3⁻0 ഇൻറ്റു 2⁻⁻5 മൈനസ് -5. അപ്പോൾ ഇവിടെ എന്ത് വരും 0. 2⁻0 ഇൻറ്റു 5⁻⁻5 -3. അപ്പോൾ എന്ത് വരും -8 ഈക്വൽ ടു 3⁻0 എന്ന് പറയുമ്പോൾ അവിടെ ഏത് ലോ യൂസ് ചെയ്യാം? a⁻0 ഈക്വൽ ടു 1. അപ്പോൾ 3⁻0 എന്ന് വെച്ചാൽ 1, 2⁻0 എന്ന് വെച്ചാൽ 1, ഇനി 5⁻8 അതുപോലെ തന്നെ എഴുതാം. അപ്പോൾ ഇതിൻ്റെ പ്രോഡക്റ്റ് എന്തായിരിക്കും 5⁻8. ഇനി ഇതിനെ ഈ എക്സ്പോണൻറ്റിനെ നമുക്ക് പോസിറ്റീവായിട്ട് എഴുതാം. അപ്പോൾ അവിടെ ഏത് ലോ യൂസ് ചെയ്യാം? a⁻m ഈക്വൽ ടു 1/a⁻m. അപ്പോൾ ഇങ്ങനെ എഴുതാം 1/5⁸. അടുത്തത് നിങ്ങൾക്കുള്ള 2 ക്വസ്റ്റ്യൻസ് ആണ്. ഫസ്റ്റ് വൺ ഫൈൻഡ് ദ വാല്യൂ ആണ്. അപ്പോൾ അതിൻ്റെ ആൻസർ എക്സ്പോണൻ്റ് ആയിട്ട് വെക്കരുത്, അതിൻ്റെ എക്സാക്റ്റ് വാല്യൂ കണ്ടുപിടിച്ച് വെക്കണം. നെക്സ്റ്റ് വൺ സിംപ്ലിഫൈ ആണ്. അപ്പോൾ അവിടെ എന്താ ചെയ്യേണ്ടത്? പ്രൈം നമ്പേഴ്സ് അല്ലാത്ത നമ്പേഴ്സിനെ പ്രൈം നമ്പറൊക്കെ ആക്കി എഴുതി കൺവേർട്ട് ചെയ്തിട്ട് നമുക്ക് അറിയുന്ന ലോസ് എല്ലാം യൂസ് ചെയ്തിട്ട് അതിനെ ഏറ്റവും സിംപ്ലിഫൈഡ് ആയിട്ട് എഴുതാം. ഇതിൻ്റെ ആൻസേഴ്സ് ഞാൻ കമൻറ്റ് ബോക്സിൽ